ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹണി ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇതിന് നല്ലൊരു മാരിനേഷൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്ത്, ഒപ്പം തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർ കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് മാത്രമല്ല കേട്ടോ, ഇനി ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗാർലിക്കിൻ്റെ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഗാർലിക്ക് നന്നായി ചതച്ചെടുത്താലും മതി. അതുകൂടി ആഡ് ചെയ്ത് ഒട്ടും കട്ട കെട്ടാതെ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു സ്പൈസസിൻ്റെ ആവശ്യമൊന്നുമില്ല. സോൾട്ടും പെപ്പറും ഗാർലിക് പൗഡറും നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിന് നമുക്ക് ആഡ് ചെയ്യാം. ഇത് ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ബോൺലെസ് ആണ്. ഈ ഒരു സൈസ് ആവുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം നമ്മൾ ചിക്കൻ പീസ് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായി ചെറുതാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിയ പീസ് തന്നെ സ്ക്വയർ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസസും ഇട്ടതിന് ശേഷം മാരിനേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു. അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി തോന്നിയത്. കാരണം 2 മുട്ട എടുത്തതുകൊണ്ട് നന്നായിട്ട് ലിക്വിഡ് ഫോമാണ്. ഇങ്ങനെ ഒരു മാരിനേഷൻ ആണെങ്കിൽ എന്താ പറയുക, ആ പെപ്പറും ഉപ്പും നമ്മുടെ ചിക്കനിൽ പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ചിക്കനിലെല്ലാം പൊതുവെ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കലക്കി എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ്. ഇവിടെ വാട്ടർ കണ്ടന്റ് നന്നായി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് മിക്സ് ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും നിങ്ങൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്ത് നമ്മൾ എല്ലാ പീസിലും മിക്സായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് 1 to 2 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കാം. അതിപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതവിടെ ഇരിക്കുന്ന സമയം കുറച്ച് പണിയുണ്ട് കേട്ടോ. ഈ കോൺഫ്ലേക്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ ഗ്രൈൻഡറിലോ മിക്സറിലോ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കൈവച്ച് തന്നെ പൊടിച്ചെടുക്കണം. ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. കൈവച്ച് തന്നെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഉറപ്പുള്ളതുകൊണ്ട് കൈ വേദനിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും പൊടിച്ചെടുത്താലേ പറ്റൂ. അതുപോലെ 2 പ്ലേറ്റോളം ആവശ്യമുണ്ട്. നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി ചിക്കൻ അനുസരിച്ച് നോക്കുമ്പോൾ നല്ല വലിയ വലിയ പീസസൊക്കെ കാണും. അത് കൈവച്ച് തന്നെ നന്നായി ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി എടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് അങ്ങ് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം കൂടി എടുത്ത് വെച്ച് നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനതിൻ്റെ ലിക്വിഡ് ഫോം മാറ്റി വെച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നത്. അതിലിങ്ങനെ മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും അതിൻ്റെ ക്രംസ് ആയൊന്ന് ഉറപ്പ് വരുത്തണം. ഇതുപോലെ എല്ലാ പീസും നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ പീസസും ഇങ്ങനെ ഇതിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു കാരണവശാലും വെളിച്ചെണ്ണ എടുക്കരുത്. അതിൻ്റെ സ്മെല്ലും ഫ്ലേവറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മുടെ റെസിപ്പിയുടെ ഹോൾ ടേസ്റ്റിനെ തന്നെ ബാധിക്കും. സോ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആണ്. അധികം അങ്ങ് ഫ്രൈ ചെയ്ത് പോകണ്ട. കാരണം അതിൻ്റെ പുറത്തെ കോട്ടിങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറേ അങ്ങ് മാറിപ്പോവും. സോ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത ആ ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്.
നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് തന്നെ ആഡ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ ചെറിയൊരു ബൗളിലേക്കാണ് എടുത്തത്. അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഹണി, ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ല നാടൻ തേൻ കിട്ടും, അവിടെ നിന്ന് തന്നെ വാങ്ങിയാണ്. നമ്മൾ എത്രയാണോ സോസ് എടുത്തത് അതിൻ്റെ ഹാഫ് എമൗണ്ട് ഹണിയും കൂടി ആഡ് ചെയ്ത് ഇത് രണ്ടും ഒരു സ്പാച്ചുല വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും ചൂട് പാടില്ല കേട്ടോ. നമ്മൾ സോസും ഹണിയാണ്, അത് ഒട്ടും ബോയിലാവാൻ പാടില്ല. ചില റെസിപ്പീസിലൊക്കെ ഞാൻ ഈ ഹണി തിളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്തോ അത് ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സോസും ഹണിയും ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ കൺവീനിയൻറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹണി ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ലല്ലോ, നമുക്ക് പ്ലേറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് പ്ലേറ്റിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. എനിക്ക് കുറച്ചുകൂടി കോമ്പിനേഷനായി തോന്നുന്നത് ടൊമാറ്റോ സോസാണ്. സോ ഞാനിതാണ് അവിടെ എടുത്തിരിക്കുന്നത്. മാരിനേഷനിൽ 1-2 മണിക്കൂർ എടുത്തു എന്നല്ലാതെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.